കെ സുധാകരന് KPCC പ്രസിഡന്റിന്റെ താത്കാലിക ചുമതല നൽകിയേക്കും എന്ന വാർത്തയാണ്. അടിയന്തിരമായി കെ സുധാകരൻ ഡൽഹിയിലെത്തുന്നതിന് AICC നിർദ്ദേശം നൽകി. സുധാകരൻ ഡൽഹിയിലേക്ക് തിരിച്ചു. ഇന്നലെ രാത്രി 10:30 ഈ നിർദ്ദേശം ലഭിച്ചത്. ഇന്ന് പുലർച്ചെയോടെ കെ സുധാകരൻ ഡൽഹിയിലേക്ക് തിരിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ് ജയകുമാർ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പേരാവൂരിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. KPCC ആസ്ഥാനത്തിനൊരു നാഥനില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഈ സാഹചര്യത്തിൽ കെ സുധാകരൻ താൽക്കാലിക ചുമതലയിലേക്ക്, KPCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതലയിലേക്ക് വരാനുള്ള സാധ്യതയാണോ ഇപ്പോഴുള്ളത്? അങ്ങനെ തന്നെയാണ് കാണുന്നത് ദിലീപ് കുമാർ. കാരണം ഈ കെ സുധാകരന് സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രശ്നങ്ങളൊന്നുമില്ലെന്നും പരസ്യമായി പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് കടുത്ത മനോവിഷമം തന്നെയുണ്ട്, കടുത്ത അതൃപ്തിയുണ്ട്. മാത്രമല്ല, ഈ സണ്ണി ജോസഫിന്റെ മണ്ഡലത്തിൽ, പേരാവൂർ മണ്ഡലത്തിൽ KK ശൈലജ LDF സ്ഥാനാർത്ഥി ആയതോടെ അവിടെ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ സ്ഥാനാർത്ഥി പൂർണ്ണ സമയം മണ്ഡലത്തിലില്ലെങ്കിൽ അത് ഒരുപക്ഷെ അത് വിജയപരാജയങ്ങളെ പോലും ബാധിച്ചേക്കും. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ പൂർണ്ണ സമയവും മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും ശക്തമായ ഒരു സ്ഥാനാർത്ഥി LDF നിർത്തുമ്പോൾ അവിടെ KPCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സണ്ണി ജോസഫ് അവിടെ ഇല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ ഒരുപക്ഷെ കൈവിട്ട് പോയേക്കാം. കഴിഞ്ഞ പ്രാവശ്യം 4000-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് സണ്ണി ജോസഫ് ജയിച്ചത്. ചെറിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ 3 തവണയും സണ്ണി ജോസഫ് അവിടെ നിന്ന് ജയിച്ചു കയറിയത്. സ്വാഭാവികമായിട്ട് അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ KPCC അധ്യക്ഷൻ തോൽക്കുമെന്നൊരു സ്ഥിതി, എന്നൊരു ആശങ്ക പാർട്ടിക്കകത്തുണ്ട്. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ KPCC പ്രസിഡന്റിന് മറ്റു മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് AICCക്ക് ഈ സംസ്ഥാനത്ത് ഒരു താൽക്കാലികമായിട്ട് KPCC അധ്യക്ഷന്റെ ചുമതല മറ്റൊരാൾക്ക് കൊടുക്കണമെന്നുള്ള ഒരു ആലോചന വന്നു. അങ്ങനെ ഈ ഉടക്കി നിൽക്കുന്ന കെ സുധാകരന് തന്നെ അധ്യക്ഷ സ്ഥാനം തിരികെ നൽകി കഴിഞ്ഞാൽ, താൽക്കാലികമായ ഒരു ചുമതല നൽകി കഴിഞ്ഞാൽ അദ്ദേഹത്തിനും അതൊരു പ്രശ്നപരിഹാരത്തിനായി ഒരു നീക്കം നടത്താമെന്നുള്ളതാണ് AICCയുടെ കണക്കുകൂട്ടൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി കെ സുധാകരനെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഇടപെട്ടിട്ടാണ് കെ സുധാകരനെ ഡൽഹിക്ക് വിളിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഇന്ന് രാവിലെ 6 മണിയുടെ ഫ്ലൈറ്റിൽ ഡൽഹിക്ക് തിരിച്ചിട്ടുണ്ട്. എന്തായാലും AICC നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്തായാലും കെ സുധാകരന് വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് താൽക്കാലികമായി ആ ചുമതല നൽകാനുള്ള ഒരു ആലോചനയിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ദിലീപ് കുമാർ. അജീഷ്, കെ സുധാകരന് നേരത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് നേതൃത്വം ഇറക്കിവിട്ടതാണ്. അതേ തുടർന്നാണ് സണ്ണി ജോസഫ് പുതിയ KPCC അധ്യക്ഷനാകുന്നത്. കെ സുധാകരൻ അതിലുള്ള നീരസമുണ്ടായിരുന്നു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സീറ്റ് ചോദിച്ചു. പക്ഷേ കണ്ണൂർ സീറ്റ് അദ്ദേഹത്തിന് നൽകിയില്ല. കെ സുധാകരനെ സ്ഥാനാർത്ഥിയാക്കേണ്ട, MP-മാരാരെയും സ്ഥാനാർത്ഥിയാക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കൈക്കൊണ്ടത്. ഇപ്പോൾ കെ സുധാകരനെ അനുനയ ശ്രമങ്ങളുടെ ഭാഗം കൂടിയായിട്ടാണോ ഈ KPCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല നൽകുന്നത്? അതിൻ്റെ നീക്കം തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് കടുത്ത അതൃപ്തി തന്നെ ഉണ്ടായിരുന്നു. ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പെട്ടെന്ന് മാറ്റിയത് തന്നെ അദ്ദേഹത്തിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. അന്ന് മാരത്തൺ ചർച്ചകൾ ഡൽഹിയിലും കേരളത്തിലുമൊക്കെ നടന്നിരുന്നു. അന്ന് അദ്ദേഹത്തിന് ഒരു ഉറപ്പ് കൊടുത്തു എന്നാണ് അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന വൃത്തങ്ങൾ പറഞ്ഞത്. അദ്ദേഹത്തിന് നിയമസഭ സമയത്ത് ഒരു കണ്ണൂരിൽ മത്സരിക്കാൻ അവസരം നൽകുമെന്നായിരുന്നു അദ്ദേഹത്തിന് നൽകിയ ഉറപ്പ്. പക്ഷേ അത് പാലിക്കാൻ കഴിഞ്ഞില്ല. MP-മാർ മത്സരിക്കേണ്ട എന്ന് കേരളത്തിലെ നേതാക്കളും AICC നേതൃത്വവും ഒരുമിച്ച് തീരുമാനമെടുത്തതോടെ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു. അതിൽ അദ്ദേഹത്തിന് കടുത്ത അതൃപ്തി തന്നെ ഉണ്ടായിരുന്നു. ഡൽഹിയിൽ നടന്ന മാരത്തോൺ ചർച്ചകൾക്ക് ശേഷം കണ്ണൂരിൽ തിരിച്ചെത്തിയ അദ്ദേഹം ഒന്ന് വഴങ്ങിയെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വളരെ കുറച്ച് പൊതുപരിപാടികളിൽ, അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ മാത്രമാണ് കെ സുധാകരൻ പോയത്. ഇന്നലെയാണ് പേരാവൂരിൽ സണ്ണി ജോസഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അദ്ദേഹം പോയത്. അത് സണ്ണി ജോസഫ് ഈ പ്രശ്നങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ മിനിഞ്ഞാന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി കണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ചതിന് ശേഷമാണ് സണ്ണി ജോസഫിൻ്റെ മണ്ഡലത്തിൽ പോലും കെ സുധാകരൻ പ്രചരണത്തിലിറങ്ങി. ഇത് മാത്രമല്ല, കണ്ണൂരിൽ പല മണ്ഡലത്തിലും കെ സുധാകരൻ അനുകൂലികൾ കടുത്ത പ്രതിഷേധത്തിലായിരുന്നു. ഇത് മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തെ പോലും ബാധിക്കുമോ എന്നൊരു ആശങ്ക അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു നീക്കം ഹൈക്കമാൻഡ് നടത്തുന്നത്. മാത്രമല്ല, ഈ സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റ് ആക്കുന്ന സമയത്തും ഈ കെ സുധാകരനും സണ്ണി ജോസഫും ഈ കണ്ണൂരിലെ DCC ഓഫീസിൽ ഒരുമിച്ച് കണ്ടതും അതിനുശേഷം കെ സുധാകരൻ നടത്തിയ പരസ്യ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടത്. അദ്ദേഹം തന്നോട്
തന്നോട് പറയാമായിരുന്നു നീക്കുന്ന കാര്യത്തിൽ നീക്കുന്ന കാര്യം തന്നോട് പരസ്യമായി പറഞ്ഞിരുന്നെങ്കിൽ താൻ മാറിയേനെ എന്നുള്ളൊരു പ്രതികരണമാണ് അന്ന് കെ സുധാകരൻ നടത്തി. എന്തായാലും അതിനുശേഷം പിന്നീട് പല കാര്യങ്ങളിലും കെ സുധാകരൻ പാർട്ടിയുമായി അകന്നു നിൽക്കുകയായിരുന്നു, അകൽച്ചയുണ്ടായിരുന്നു. എന്തായാലും ഈ സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ അത് കൂടുതൽ പുറത്തു വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായിട്ട് കൂടി വേണം ഇന്നത്തെ ഈ തീരുമാനത്തെ കാണാൻ. എന്തായാലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. കഴിഞ്ഞ വർഷം വരെ അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹം തുടരുകയും ചെയ്തു. എന്തായാലും അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയാണ് അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി പാർട്ടി തീരുമാനമെടുത്തത്. എന്തായാലും വീണ്ടും അദ്ദേഹം ആ സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ അദ്ദേഹം ഡൽഹിക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ന് അവിടെ നടക്കുന്ന ചർച്ചകളിലായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്നലെ രാത്രിയിലാണ് അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് പോകാൻ വിളിച്ചത്. ഇന്നലെ രാത്രി പേരാവൂരിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാടി. ഏതാണ്ട് 8 മണി വരെ അവിടെ പരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷം 10:30യോടെയാണ് അദ്ദേഹത്തിന് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഈ കോള് ലഭിക്കുന്നത്, അടിയന്തരമായി ഡൽഹിയിലേക്ക് വരണമെന്ന്. അങ്ങനെ ഇന്ന് രാവിലെ അദ്ദേഹം പോവുകയായിരുന്നു. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും അധ്യക്ഷന്റെ കാര്യത്തിൽ ഉണ്ടാവുക. കാരണം KPCC അധ്യക്ഷന്, നിലവിലെ അധ്യക്ഷൻ സണ്ണി ജോസഫിന് പേരാവൂർ മണ്ഡലത്തിൽ നിന്ന് കെ സുധാകരന്റെ കാര്യത്തിൽ കെ സുധാകരനെ പ്രസിഡന്റ് ആക്കിയതിനു ശേഷം കോൺഗ്രസിനെ സംബന്ധിച്ച് സാമുദായിക സമവാക്യങ്ങളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു താൽക്കാലിക അധ്യക്ഷനെ തുടക്കത്തിൽ അങ്ങനെ നിയമിക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെയായിരുന്നു AICC നേതൃത്വത്തിനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനുമൊക്കെ ഉള്ളത്. ഇനി കേവലം 12 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. അതായത് സണ്ണി ജോസഫിനെ സംബന്ധിച്ച് 12 ദിവസത്തെ കാര്യം മാത്രമേ ഉള്ളൂ ഇനി KPCC അധ്യക്ഷ സ്ഥാനത്ത് ആ ജോലികൾ ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ ഈ 12 ദിവസം കഴിഞ്ഞാൽ സണ്ണി ജോസഫ് ഈ കസേരയിലേക്ക് തിരികെ എത്തുമെന്നാണോ? മറ്റ് സാമുദായിക സമവാക്യങ്ങളൊക്കെ അവരെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ അക്കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്നതാണ്. UDF കൺവീനർ ഏതെങ്കിലും ഒരു സമുദായം എന്നത് അതിൻ്റെ ബാക്കിയുള്ള KPCC അധ്യക്ഷ സ്ഥാനം, കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ്, ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ അതൊക്കെ വിവിധ സമുദായങ്ങൾക്കായി സാധാരണഗതിയിൽ കോൺഗ്രസ് നേതൃത്വം നീക്കിവെക്കാറുണ്ട്. ഏതെങ്കിലും ഒരു സമുദായത്തിലേക്ക് കേന്ദ്രീകരിക്കുക എന്നത് കോൺഗ്രസ് നേതൃത്വം അങ്ങനെ കൈക്കൊള്ളുന്ന തീരുമാനമല്ല. അങ്ങനെ കെ സുധാകരനെ തുടർന്നും KPCC അധ്യക്ഷ സ്ഥാനത്ത് അത് തുടരേണ്ടി വരികയാണെങ്കിൽ ആ സാമുദായിക ഘടനയിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടി വരും. UDF കൺവീനറെ അടക്കം ചിലപ്പോൾ മാറ്റേണ്ടി വന്നേക്കാം. അങ്ങനെയാണോ അതോ ഈ 12 ദിവസത്തെ കാര്യം മാത്രമാണോ? എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്നതറിയില്ല. കെ സുധാകരൻ ഇങ്ങനെ ഒരു അധ്യക്ഷസ്ഥാനം, താൽക്കാലിക അധ്യക്ഷസ്ഥാനം വാഗ്ദാനം ചെയ്തുകൊണ്ടാണോ വിളിച്ചത് എന്ന കാര്യത്തിലും ഇപ്പോഴും ഒരു സ്ഥിരീകരണം ആയിട്ടില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ 9-ാം തീയതിയോടുകൂടി തെരഞ്ഞെടുപ്പ് കഴിയും. സണ്ണി ജോസഫിന് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ അതിനുശേഷം തടസ്സമില്ല. UDFന് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ മാത്രം സണ്ണി ജോസഫ് മന്ത്രിസഭയിലൊക്കെ ചേരുന്ന കാര്യം വന്നേക്കാം. അത്തരം വിഷയങ്ങളൊക്കെ ഏതായാലും ഇനി കണ്ടറിയേണ്ടതാണ്. ഇപ്പോഴുള്ളത് ഈ കെ സുധാകരനെ കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.